ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വായന പലതരത്തിലുണ്ട്, വായിക്കാൻ പലതുമുണ്ട്. ന്യൂസ് പേപ്പർ, പഠിക്കാനുള്ള പുസ്തകങ്ങൾ, കഥകൾ, കവിതകൾ, ആത്മീയ ഗ്രന്ഥങ്ങൾ, അങ്ങനെ പലതും. ഇവയിൽ ഓരോന്നിൻ്റെയും വായനകളിൽ വ്യത്യാസമുണ്ട്. കഥപുസ്തകം വായിക്കുന്ന പോലെയല്ല പാഠപുസ്തകം, അതുപോലെയല്ല ന്യൂസ് പേപ്പർ. ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് വചനവായന. ബൈബിളിന്റെ ധ്യാനപരമായ വായനയെക്കുറിച്ചാണ് നാം ഇന്നിവിടെ ചിന്തിക്കുന്നത്. ബൈബിളും പല രീതിയിൽ വായിക്കാം. പഠനം, വിലയിരുത്തൽ, മനനം, ജീവിത ക്രമീകരണം, ദൈവത്തെ കണ്ടുമുട്ടുക, ശ്രവിക്കുക, അങ്ങനെ പല ലക്ഷ്യങ്ങളോടെ ആയിരിക്കാം നാം വായിക്കുന്നത്. അതിൽ തന്നെ ചിലർ ഭൗതികതയ്ക്കും മറ്റു ചിലർ ആത്മീയതയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുമായിരിക്കാം. എൻ്റെ വായന ഏത് ഗണത്തിലാണ് എന്നൊന്ന് വിലയിരുത്തി നോക്കാം. ചില വ്യക്തിപരമായ നിയോഗങ്ങൾ അഥവാ ഭൗതിക നേട്ടങ്ങൾ കൈവരിക്കാൻ മാത്രമാണോ, അതോ ആത്മീയ മുന്നേറ്റത്തിനും തെറ്റുതിരുത്തലിനും ദൈവത്തെ ശ്രവിക്കുന്നതിനും അവിടുത്തോട് സംവദിക്കുന്നതിനും ഒക്കെയാണോ, അതോ എൻ്റെ ഉള്ളിൽ നടക്കുന്ന പല വിധത്തിലുള്ള ചിന്തകളോട് സംസാരിച്ചുകൊണ്ട് എൻ്റെയോ ചുറ്റുമുള്ളവരുടെ സംതൃപ്തിക്ക് വേണ്ടിയാണോ എൻ്റെ വായന? നാം ഇവിടെ വായനയെ എങ്ങനെ ദൈവിക വായന അഥവാ ധ്യാനപരമായ വായനയാക്കാമെന്ന് അതിൻ്റെ 4 സ്റ്റെപ്പുകളിലൂടെ വിവരിച്ചുകൊണ്ട് 4 വീഡിയോകളിലൂടെ അടുത്തു വരുന്ന ആഴ്ചകളിലായി നമുക്ക് കേൾക്കാം. ഏതാണ് 4 സ്റ്റെപ്സ്? വായന, മനനം, പ്രാർത്ഥന, ധ്യാനം. മിസ്റ്റിക്കും കവിയും കർമ്മലീത്ത വിശുദ്ധനുമായ യോഹന്നാൻ ക്രൂസ് പിതാവ് ഇതിനെ ഒരു വചനത്തിൽ കോർത്തിണക്കി പറയുന്നത് ഇപ്രകാരമാണ്: വായനയിൽ അന്വേഷിക്കുക, മനനത്തിൽ കണ്ടെത്തും, പ്രാർത്ഥനയിൽ മുട്ടുക, ധ്യാനത്തിൽ തുറന്നു കിട്ടും. വായന എന്നത് വായിലേക്ക് ഭക്ഷണം വെക്കുന്നത് പോലെയാണ്. മനനം ആ ഭക്ഷണം ചവച്ചരയ്ക്കുകയും പ്രാർത്ഥന അതിൻ്റെ രുചിയെ പുറത്തെടുക്കുകയും ധ്യാനം ആ രുചിയുടെ സന്തോഷവും ഉന്മേഷവും നിലനിർത്തുകയും ചെയ്യുന്നു. ലെക്സിയോ ദിവീന അഥവാ ധ്യാനപരമായ വായന ഇല്ലാതെ ആഴത്തിലുള്ള ക്രിസ്തീയ ജീവിതം സാധ്യമല്ല എന്ന് പിതാക്കന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതചര്യയെ കാര്യമായി കാണുന്നവർക്ക് വചനത്തിന്റെ വായന ധ്യാനപരമായ വായനയാക്കാതെ പറ്റില്ല. ക്രിസ്തുമതം വചനത്തിന്റെ വെളിപ്പെടുത്തലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അവതരിച്ച വചനത്തിന്റെ മർമ്മം ഗ്രഹിക്കുകയും ആ ദൈവിക രഹസ്യത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ദിവ്യവായന. ദിവ്യവായന എന്ന പദം ഇരട്ട അർത്ഥത്തിലാണ്. ഒന്ന്, തിരുവഴുത്തുകൾ പ്രാർത്ഥനയുടെ ആത്മാവിൽ എളിമയുടെ അരൂപിയിൽ ശ്രവിച്ചുകൊണ്ട് ദൈവവചനമായി വായിക്കുക. 2, തന്നെ ദൈവവചനത്തിന് വായിക്കാൻ വിട്ടുകൊടുക്കുക. വചനത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണമല്ല അത്. നമ്മെ തേടുന്ന ദൈവവചനമാണ് നാം വായിക്കുന്നത്. വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് നമ്മെ ക്രിസ്ത്യാനികളാക്കുന്നു. ആമേൻ.